തദ്ദേശ വാർഡ് വിഭജന ബില്ലിൽ ഗവർണർ ഒപ്പിട്ടു. തദ്ദേശ സ്ഥാപനങ്ങളിലെല്ലാം ഓരോ വാർഡ് കൂടുന്നതാണ് ബിൽ. ചർച്ച കൂടാതെ പാസാക്കിയ ബില്ലിൽ ഒപ്പിടരുതെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നു. ഷഫീദ് റാവുത്തർ വിശദാംശങ്ങളുമായി. ഷഫീദ്, പ്രതിപക്ഷ പ്രതിഷേധത്തിനിടെയാണ് ബില്ല് പാസാക്കിയത്, അതുകൊണ്ട് തന്നെ ഒപ്പിടരുത് എന്ന ആവശ്യം ഗവർണറോട് നേരിട്ട് പ്രതിപക്ഷം പറഞ്ഞതാണ്. പക്ഷേ അത് ചെവിക്കൊണ്ടില്ല, ഒപ്പിട്ടിരിക്കുന്നു. വിവരങ്ങൾ. അനുജ, നേരത്തെ കോവിഡ് കാലത്ത് നിയമസഭയിൽ എത്തിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ച ബില്ലിലാണ് പിന്നീട് പലതരത്തിലുള്ള അനിശ്ചിതത്വം ഉണ്ടായത്. അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപേ തദ്ദേശ വാർഡുകളുടെ എണ്ണം കൂട്ടാനുള്ള തീരുമാനം സംസ്ഥാന സർക്കാർ നേരത്തെ എടുക്കുകയും അതേപോലെ തന്നെ തദ്ദേശ വാർഡ് വിഭജന ബില്ല് ഗവർണർക്ക് മുൻപിലേക്ക് എത്തിക്കുകയും ചെയ്തു. എന്നാൽ ഗവർണർ ആ ബില്ല് മടക്കി അയച്ചതോടുകൂടിയാണ് വീണ്ടും തദ്ദേശ വാർഡ് വിഭജന ബില്ല് നിയമസഭയിലേക്ക് എത്തിയത്. 5 മിനിറ്റിൽ ഈ ബില്ല് പാസാക്കിയതടക്കം വലിയ വിവാദമായിരുന്നു. സബ്ജക്ട് കമ്മിറ്റിക്ക് വിടും എന്നായിരുന്നു അജണ്ട നിശ്ചയിച്ചതെങ്കിലും പിന്നീട് അതിൽ പോലും ഭേദഗതി വരുത്തി ബിൽ പാസാക്കിയതിനെതിരെ പ്രതിപക്ഷം രംഗത്തെത്തിയിരുന്നു. പ്രതിപക്ഷം സഹകരിക്കാത്തത് കൊണ്ടാണ് ബിൽ 5 മിനിറ്റ് കൊണ്ട് പാസാക്കിയതെന്നായിരുന്നു അന്ന് മന്ത്രി MB രാജേഷ് പറഞ്ഞത്. അത്യസാധാരണ ഘട്ടങ്ങളിലായിരുന്നു ഈ സബ്ജക്ട് കമ്മിറ്റിക്ക് വിടാതെ ബിൽ പാസാക്കാറുള്ളത്. അതടക്കം വലിയ തരത്തിലുള്ള വിവാദം അതുണ്ടായി. അതിന് പിന്നാലെയാണ് നിയമസഭയിൽ നിന്ന് ആ ബിൽ ഇപ്പോൾ ഗവർണർക്ക് മുൻപിലേക്ക് എത്തുകയും ബില്ലിൽ ഇപ്പോൾ ഗവർണർ ഒപ്പിടുകയും ചെയ്തിട്ടുള്ളത്. ഈ 941 ഗ്രാമപഞ്ചായത്തുകളിലായി 15,962 വാർഡുകളാണ് നിലവിലുള്ളത്. പുതിയ ഓർഡിനൻസ് പ്രകാരം 1300 വാർഡുകൾ വർദ്ധിക്കാൻ സാധ്യത. നഗരസഭകളിലെ വാർഡുകളുടെ എണ്ണം 3078 നിന്ന് 3205 ആകും. നഗരസഭകളിലെ വാർഡുകളുടെ എണ്ണം കുറഞ്ഞ് 25 നിന്ന് 26 മാറും. പരമാവധി 52 നിന്ന് 53 വർദ്ധിപ്പിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ബ്ലോക്ക് പഞ്ചായത്തുകളിൽ നിലവിൽ 2080 ഡിവിഷനുകളുണ്ട്. 187 എണ്ണം പുതിയതായി ഉണ്ടാകും. ജില്ലാ പഞ്ചായത്തുകളിൽ 3311 ഡിവിഷനുള്ളതിൽ 15 എണ്ണം കൂടി വർദ്ധിക്കും. ഇങ്ങനെയാണ് വാർഡ് പുനർവിഭജനം സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത്. ഏതായാലും വിവാദങ്ങൾക്കൊടുവിൽ ബില്ലിൽ ഗവർണർ ഒപ്പിട്ടിരിക്കുന്നു. സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് ആശ്വാസകരമായ തീരുമാനത്തിലേക്ക് കൂടി കാര്യങ്ങൾ പോവുകയാണ്. അനുജ, അതെ, തദ്ദേശ വാർഡ് വിഭജന ബില്ലിൽ ഗവർണർ ഒപ്പിട്ടു.